അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം: നീ അപരന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് ചോദ്യം? നീ അപരന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈശോ ഫരീസയരെയും നിയമജ്ഞരെയും ഒക്കെ നോക്കിക്കൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ദുരിതം. കാരണം നിങ്ങൾ തുറന്നു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അടച്ചു കളയും. നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ മറ്റുള്ളവരുടെ മുൻപിൽ അടച്ചു കളയുന്നു. അപ്പോൾ അവർ ചോദിക്കും, എങ്ങനെയാണ് ഞങ്ങൾ അടച്ചു കളയുന്നത്? ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുർമാതൃകകൾ വഴി നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വാതിൽ അടച്ചു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്, മറ്റുള്ളവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് ഒന്നാം വായനയിൽ നിന്ന് ലഭിക്കുകയാണ്. പൗലോസ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. ഞാനും സിൽവാനോസുമൊക്കെ എപ്രകാരമാണ് നിങ്ങളുടെ ഇടയിൽ ഈശോയെ അനുകരിക്കേണ്ടത് എന്നതിൻ്റെ ഒരു മാതൃകയായി ജീവിച്ചു. നിങ്ങളോട് വചനം പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു നല്ല മാതൃക, നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു നല്ല മാതൃകയായി ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു തരികയായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മൾ വീണ്ടും ചോദിക്കണം, നമ്മൾ ഇനി തുറന്നു കൊടുത്തില്ലെങ്കിലും അടച്ചു കളയുന്നവരാണ്? നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ഉദാഹരണത്തിന്, മദ്യപിക്കുന്ന ഒരപ്പൻ മകന് ഒരു ദുർമാതൃക കൊടുക്കുമ്പോൾ ആ അപ്പൻ ആ മകൻ്റെ മുൻപിൽ സ്വർഗരാജ്യത്തിൻ്റെ ഒരു വാതിൽ അടക്കുകയാണ്. കലഹിക്കുന്ന ഒരമ്മ തൻ്റെ മക്കളുടെ മുൻപിൽ സമാധാനത്തിൻ്റെ ഒരു വാതിൽ അടച്ചു കളയുകയാണ്. അതുപോലെ ഓരോ പാപങ്ങളുടെയും മേഖലകൾ എടുത്താൽ മതി. തിന്മ പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത മാതാപിതാക്കളുണ്ടെന്ന് വിചാരിക്കുക, പള്ളി പോകാത്ത മാതാപിതാക്കളുണ്ടെന്ന് വിചാരിക്കുക. ആ മാതാപിതാക്കൾ മക്കൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വാതിൽ അടച്ചു കളയുകയാണ്. നമ്മൾ ഇനി എങ്ങനെയാണ് തുറന്നു കൊടുക്കുന്നത്? നമ്മുടെ നല്ല മാതൃക വഴി. ഇപ്പോൾ നമ്മൾ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഓടിയെത്താൻ കാണിക്കുന്ന തീഷ്ണത കുഞ്ഞുമക്കൾ കാണുന്നു. ആ കാണുന്നത് തന്നെ അവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മൾ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. തുറന്നു കൊടുത്ത വാതിലിലൂടെ പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ, അത് ഇനി വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുക, പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കുക, സ്നേഹത്തിൻ്റെ വാതിൽ തുറന്നിടുക, വിശുദ്ധിയുടെ വാതിൽ തുറന്നിടുക, നല്ല മാതൃകകൾ തുറന്നിടുക എന്നത് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ അടച്ചു കളയാത്തവരാകണം എന്നും, അതിലും പ്രധാനപ്പെട്ടത് മറ്റുള്ളവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം, അത് ഞങ്ങളുടെ സമയമായിട്ടായിരിക്കാം, സമ്പത്തായിട്ടായിരിക്കാം, ആരോഗ്യമായിട്ടായിരിക്കാം, മുട്ടുകുത്തിയുള്ള ഒരു പ്രാർത്ഥന വഴിയായിട്ടായിരിക്കാം. ഈ ദിവസം ഒരു വൈദികൻ ഇങ്ങനെ പങ്കുവച്ചത് അച്ഛൻ കേൾക്കുകയായിരുന്നു. തൻ്റെ അമ്മ മുട്ടുകുത്തി നിൽക്കുന്നത് കൊണ്ടാണ്, അമ്മയുടെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന്. മാതാപിതാക്കളുടെ മുട്ടുകുത്തി ഉള്ള പ്രാർത്ഥന വഴി
മക്കൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കമിഴ്ന്നടിച്ച് കിടക്കുമ്പോൾ മക്കൾക്ക് ലോകത്തിൻ്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ കഴിയും. മാതാപിതാക്കൾ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മക്കൾ നെഞ്ചുവിരിച്ച് നടക്കുന്നത്. കണ്ണുകളടക്കാം. കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ജീവിതം പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നത് പോലെ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു ജീവിതമായി, ക്രിസ്തുവിനെ അനുകരിക്കാൻ പറ്റിയ ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറണം എന്ന്, ഞാൻ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായി തീരണമെന്ന് ആഗ്രഹിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ, ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവർത്തികളിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ആത്മാർത്ഥമായി ഓർത്തനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ,